അപ്പോൾ വിവോ V40e ഓൾറെഡി വിവോ V40 വരുന്നുണ്ട്, വിവോ V40 Pro വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ലൈറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും വില കുറഞ്ഞൊരു മോഡലായിട്ടാണ് വിവോ V40e എന്ന മോഡൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 28,999 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻറ്റ് വരുന്നുണ്ട്, അതായത് 8GB 256GB ആണ്. അതിൻ്റെ പ്രൈസ് 13,999 ആയിട്ടാണ് വരുന്നത്. 29,000 31,000 രൂപയായിട്ടാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ ഒരു 10% ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഓഫർ വരുന്നുണ്ട്. SBI അതുപോലെ തന്നെ HDFCയുടെ ഒക്കെ തന്നെ ബാങ്ക് കാർഡ്സിലാണ് ഓഫേഴ്സ് വരുന്നത്. ആക്ച്വലി ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓഫ്ലൈൻ സീരീസ് ആയിട്ടുള്ള ഒരു മോഡലാണ് വിവോ V സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇനിയിപ്പം പറ്റിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു മോഡൽ. കാരണം ഒരു മൊബൈൽ ഷോപ്പ് പോയി കഴിഞ്ഞാലും ഏതാണ് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മോഡലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മോഡലാണ് വിവോയുടെ V40e എന്ന് പറയുന്നത്. 29,000 രൂപയുടെ ഒരു ഫോൺ. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. നമ്മൾ ഓൾറെഡി കണ്ടുവന്ന വിവോ V40 കണ്ടുവന്ന ആ ഒരു എക്സാക്റ്റ് ഡിസൈനും ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ അങ്ങനെ ഗംഭീര വ്യത്യാസങ്ങളൊന്നും തന്നെ ഈ ഒരു ഫോണിന് വരുന്നില്ല. പിന്നീട് വരുന്നത് വെയിറ്റും തിക്നെസ്സും നല്ല രീതിയിലുള്ള കുറവ് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. വെയിറ്റ് പറയുകയാണെങ്കിൽ 183 ഗ്രാം വെയിറ്റും 7.5 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. സോ അത്യാവശ്യം നല്ല ലൈറ്റർ ആയിട്ടുള്ള ഫോണാണ് ഈ സെഗ്മെൻറ്റിൽ എന്നാണ് വിവോ എടുത്തെടുത്ത് പറയുന്നത്. ഈ ഒരു കാര്യമാണ്. സോ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഫോണാണ്. തിക്നെസ് ഒക്കെ തന്നെ നല്ലോണം കുറവാണ്. സോ അതാണ് ഇവിടെ ഉണ്ട്. പിന്നെ IP65 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. IP68 ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ഇനി ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ തന്നെ 6.77 ഇഞ്ചിൻ്റെ ഒരു AMOLED 120 Hz ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് അങ്ങനെ കുറവൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല കൊള്ളാവുന്ന നല്ല ഡിസ്പ്ലേ ഇതിന് വരുന്നുണ്ട്. സോ കർവ്ഡ് ആണ്, കാണാനൊക്കെ നല്ല രസമുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇനി ക്യാമറ 15 MB ആണ് പ്രൈമറി ക്യാമറ. അതും സോണിയുടെ സെൻസറാണോ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഏത് സെൻസറാണെന്നുള്ളത് എടുത്ത് പറയുന്നില്ല. ഓൺലി സോണി OIS ക്യാമറ എന്നേ പറയുന്നുള്ളൂ. അപ്പം അത്രയ്ക്കും നല്ല സെൻസർ അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു എടുത്ത് പറയാത്തത്. അപ്പം എന്നാലും വിവോ ഫോൺ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഫോട്ടോസിൽ കിട്ടുന്നതായിരിക്കും. വീഡിയോ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് വീഡിയോ ഒന്നും കിട്ടുമൊന്നുമില്ല. ബട്ട് ഫോട്ടോസ് അത്യാവശ്യം വിവോ ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നീട് വരുന്നത് ഒരു 8 MB അൾട്രാ വൈഡ് ആണ്. സോ റിയർ ക്യാമറയിൽ 4K തന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി സെൽഫി ആണെങ്കിൽ തന്നെ 50 MB സെൽഫി ക്യാമറ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 4K സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫുൾ HD മാത്രമേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ അത് തന്നെയാണ് പറയാനുള്ളത്. വിവോയുടെ ഒരു കളർ ടോണും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ ഈ ഒരു ഫോണിൽ നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നല്ലൊരു ബെസ്റ്റ് ആയുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ച്. നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഒന്നും അങ്ങനെ വലിയ രീതിയിൽ കിട്ടുമെന്നില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ റിവ്യൂ കാണുന്ന സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. സോ അതാണ് ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഇനി പെർഫോമൻസ്, ഇത് മെയിനായിട്ടൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയല്ല. ഇതിൽ വരുന്നത് MediaTekൻ്റെ Dimensity 7300 എന്ന ഒരു ബഡ്ജറ്റ് ലെവൽ ഒരു 15,000 രൂപയുടെ ഒക്കെ തന്നെ CMF ഫോൺ 1ലും ഇപ്പം ഇറങ്ങിയ Realme Nazo 70 ടെർബോയിലൊക്കെ ഉള്ള എക്സാക്ട്ലി ആ ഒരു സെയിം ചിപ്സെറ്റാണ് ഈ ഒരു 30,000 രൂപയുടെ ഫോണിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് തിരിയാലോ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും. പെർഫോമൻസ് ലെവലിൽ ഇല്ല. പെർഫോമൻസ് ഒന്നും നോക്കണ്ട. അല്ലാത്ത രീതിയിൽ നമുക്ക് കുഴപ്പം ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ തന്നെ ഗെയിംസ് കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കില്ല. അതൊക്കെ തന്നെയാണ് പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നീട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത് Android 14 ആണ്. പിന്നീട് വിവോയുടെ ഫൺ ടച്ച് ചോയ്സ് 14 ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ആഡ്സും ബ്ലോട്ടോയ്സും ഒക്കെ ഉള്ള UA തന്നെയാണ്. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളത്. അപ്പോൾ ഓവറോട്ട് പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് ഒരു നല്ല ഫോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇടുന്ന ഫോണായിരിക്കും ഈ വിവോയുടെ V40e എന്ന് പറഞ്ഞ്. അല്ലാത്ത രീതിയിലൊരു വേർത്തായിട്ടുള്ള ഫോൺ തന്നെയല്ലേ ഇത്. ഓൾറെഡി അറിയാമല്ലോ, ഓഫ്ലൈനായിട്ട് മെയിനായിട്ട് സെയിൽ ചെയ്യുന്ന ബ്രാൻഡാണ് വിവോ, ഓപ്പോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ വിവോയുടെ ഒരു ഓഫ്ലൈൻ സീരീസ് ആയിട്ടുള്ള മോഡലാണ് വിവോ E സീരീസ്. അതിൽ പെർഫോമൻസ് ഉണ്ടാവില്ല, ബാക്കി വലിയ സ്പെസിഫിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ആൾക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ക്യാമറ കൊടുക്കും. പിന്നെ ഇതുപോലെ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ഡിസൈനൊക്കെ തന്നെ നല്ലോണം തിക്നെസ് ഒക്കെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വേറെന്താ അങ്ങനെ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയല്ല. ബട്ട്
എന്നാലും കുഴപ്പമൊന്നുമില്ല. വിവോയുടെ ഫോൺസ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ റേഞ്ച് ലെവൽ ഇതിൽ കിട്ടുന്നുണ്ട്. അല്ലാതെ ബാക്കിയുള്ള ഫോണായിട്ടൊന്നും കമ്പയർ ചെയ്ത് ഇതിൻ്റെ ഒന്നും അടുത്ത ലെവൽ പോലും പെർഫോമൻസും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിന് കിട്ടുന്നില്ല. എല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരാൾ പറ്റിയൊരു ഫോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിസ്പ്ലേ ഇതിന് വരുന്നുണ്ട്, നല്ല ഡിസൈൻ വരുന്നുണ്ട്, നല്ല തിക്നെസ് ഒക്കെ തന്നെ കുറവാണ്, നല്ല ബാറ്ററി, അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഒരാൾ നോക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ അങ്ങനെ ആരൊക്കെ ഫോണൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു ഫോണൊക്കെ എടുത്ത് കൊടുക്കും, നല്ല ഫോണാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരിത് പോയിട്ട് വാങ്ങും, യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡലാണ് വിവോയുടെ V40e എന്ന് പറഞ്ഞത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.